കുറിച്ചിയിലുള്ള ഹോമിയോ ആശുപത്രിയിൽ താൽക്കാലിക തൊഴിലാളികള് പണിമുടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അതിന്റെ കാരണം വിചിത്രമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവരിവിടെ ആരോപിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ. ഇവിടെ വിവിധ തരത്തിലുള്ള ചികിത്സകൾ നടക്കുന്ന അവസരത്തിൽ മാനസിക രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയും നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ചികിത്സയിൽ ഒരു സ്ത്രീ വയലന്റ് ആയിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ഉദ്യോഗസ്ഥന്മാർ, ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയതിൽ സ്ഥിര ജീവനക്കാരും അതുപോലെ തന്നെ താൽക്കാലിക ജീവനക്കാരുടെയും സഹായം അവർ തേടിയിരുന്നു. ആ താൽക്കാലിക ജീവനക്കാരെ സഹായത്തിന് വിളിച്ചുകൊണ്ട് സ്ഥിരം ജീവനക്കാർ ആ ആളിനെ രക്ഷിക്കുന്ന സമയത്ത് മാനസിക രോഗിയായുള്ള സ്ത്രീ നടത്തിയ അക്രമ സ്വഭാവത്തിൽ അവരെ അടങ്കം പിടിക്കുന്ന സമയത്താണ് അവർ താഴെ വീണ് അവരുടെ കൈ ഒടിഞ്ഞ എന്നുള്ളതാണ് ആരോപണം. അങ്ങനെ ഒരു പരാതി നൽകിയപ്പോൾ ഇവിടെയുള്ള താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള 3 പേരെ ആശുപത്രി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇവര് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്ഥിരം ജീവനക്കാരെ ആണ് ആ സ്ത്രീയെ തടഞ്ഞത്. പക്ഷെ അവർക്ക് സഹായത്തിന് വേണ്ടി താൽക്കാലിക ജീവനക്കാരെ വിളിച്ച് അവിടെ എത്തിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായത്. താൽക്കാലിക ജീവനക്കാരെ മാത്രം പുറത്താക്കുകയും സ്ഥിരം ജീവനക്കാർ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ 100ഓളം താൽക്കാലിക ജീവനക്കാരുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അവരെല്ലാവരും ഇന്ന് VS അച്യുതാനന്ദന്റെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവധിയുള്ള ദിവസമാണ് ഇവരെല്ലാം ഈ സ്ഥാപനത്തിൽ ജോലിക്ക് എത്തിയത്. ഈ അവസരത്തിലാണ് ഇതേ രീതിയിലുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതും വളരെയധികം രോഗികളാണ് ഇന്നിവിടെ എത്തി അതിന് അവർക്കെല്ലാം താമസം നേരിട്ടതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് ഒട്ടും ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ നടപടി. അതുകൊണ്ടാണ് ഇവര് എല്ലാവരും സമരത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമുക്കിന്നിവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. അത് വനിതാ ജീവനക്കാരും പുരുഷ ജീവനക്കാരും എല്ലാം ആ സമരത്തിൽ ഒത്തുചേർന്നുകൊണ്ട് അവർക്ക് ഒരു രീതിയിലും ആ ഒരു ചെയ്വന അത് ശരിയല്ല എന്നുള്ളതാണ് ഇവര് പറയുന്നത്. കുറിച്ചി എന്ന് പറയുന്ന ഈ സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഹോമിയോ ആശുപത്രിയാണ്. എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഉൾപ്പെടെ ലഭിക്കുന്ന ഈ ആശുപത്രി വളരെ നന്നായ രീതിയിൽ പോകുമ്പോഴാണ് നിസ്സാര വിഷയങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതില് താൽക്കാലിക ജീവനക്കാരെ കരുവാക്കിക്കൊണ്ട് അങ്ങനെ പോകുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഇവർ സഹിക്കുന്നു എന്നും ആണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാതെ ജോലിക്ക് പ്രവേശിക്കില്ല എന്നാണ് ഇപ്പോഴുള്ള തീരുമാനം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് വന്ന രോഗികൾക്കുൾപ്പെടെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളതും വളരെ സത്യമായ കാര്യമാണ്. എന്തായാലും ഇത് വെച്ചു പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു സ്ഥിതി തന്നെയാണ് ഇതിലുള്ളത്. ഇതിനകത്ത് നമുക്ക് 1-2 ആളുകളുടെ പ്രതികരണങ്ങളൊന്ന് തേടി നോക്കാം. എന്തായിരിക്കാം അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുകൂടി അവരെ കൊണ്ട് തന്നെ നമുക്കൊന്ന് പറയിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ താൽക്കാലിക ജീവനക്കാർക്കുള്ള ഇവരുടെ സാഹചര്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ശമ്പളം പോലും കുറവാണ് എന്നുള്ളത് കൊണ്ട് ഒരു 16,000 രൂപയൊക്കെ മാത്രമാണ് ഒരു മാസം ഇവർക്ക് ലഭിക്കുന്നത്. പക്ഷെ അതുപോലൊക്കെയുള്ള ഒരു സഹായം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഇവർക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയം തന്നെയാണ് എന്നാണ് ഇവരെല്ലാവരും ആരോപിക്കുന്നത്. ഇതൊരു ശരിയായ നടപടിയല്ല. അവരെ മാത്രം ഇങ്ങനെ കരുവാക്കിക്കൊണ്ട് എന്ത് വന്നാലും അവരുടെ ആരോഗ്യ പ്രശ്നത്തെ പോലും നോക്കാതെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിലെല്ലാം അവർക്കുള്ള പ്രതിഷേധം ഈ കാര്യത്തിലുണ്ട്. എന്ത് വന്നാലും അവരെയാണ് ഇതിനകത്ത് കരുവാക്കി
ഈ പാവപ്പെട്ടവരെ സഹായിക്കാതെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ നടത്തുന്ന ആ ന്യായമല്ലാത്ത നടപടികൾ അത് ശരിയല്ല എന്നുള്ളതും ഇവരുടെ ആരോപണങ്ങളിൽ പെടുന്നു. എന്തായാലും ഇത് നമുക്കൊന്ന് നോക്കാം. അത് അവരുടെ അഭിപ്രായം കൂടെ കിട്ടിയാൽ നമുക്കതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നാണ് നമുക്ക് പ്രതീക്ഷ. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു ആശുപത്രി എന്ന് പറയുന്നത് ഇതൊരു വലിയ സംവിധാനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇവിടെ സൗജന്യമായിട്ടുള്ള ചികിത്സ നടക്കുന്ന ഒരു ആശുപത്രിയാണ് ഹോമിയോ ഹോസ്പിറ്റല്. ഇതൊരു റിസർച്ച് സെന്റർ ആണ്. അപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ ഏത് അസുഖത്തിന് വന്നാലും അതിനുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായി പോകുന്ന ഒരു ആശുപത്രി തന്നെയാണ്. അപ്പോൾ അതുകൂടി ഈ അവസരത്തിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇവിടെ എത്താൻ മന്ദിരം കവല, കുറിച്ചിക്ക് സമീപമുള്ള മന്ദിരം കവലയിൽ എത്തിയാൽ ഈ ആശുപത്രിയിലേക്ക് നമുക്ക് വരാൻ കഴിയും. ഇവിടുന്ന് റോഡിൽ നിന്നാണ്ട് ഒരു 800 മീറ്റർ മാത്രമാണ് മെയിൻ റോഡിൽ നിന്ന്, പബ്ലിക് റോഡിൽ നിന്ന് 800 മീറ്റർ മാത്രം ഉള്ളിലേക്ക് വന്നാൽ ഈ ആശുപത്രിയിൽ എത്തി ചികിത്സ നേടാം. ഒരുപാട് ആളുകൾ ഈ ആശുപത്രിയിൽ എത്തി ചികിത്സ വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. നമസ്കാരം. ഇന്ന് ഇവിടെ കുറിച്ചി ഹോമിയോ കോളേജിൽ ഈ ഹോമിയോ കോളേജിലെ മാനേജ്മെന്റ് കാണിക്കുന്ന നിഷേധത്തിനെതിരെ, അനീതിക്കെതിരെ, തൊഴിലാളികൾക്ക് നേരെ കാണിക്കുന്ന ഈ കാടത്തിനെതിരെയാണ് ഇന്നിവിടെ തൊഴിലാളികൾ ഒരു സമരം എന്ന് ചെയ്യുന്നത്. സമരം എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷ സമരമല്ല, ഇതൊരു നിസ്സഹകരണ സമരമാണ്. കാരണം ഇതിന് പശ്ചാത്തലമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാനസികാരോഗ്യ കേന്ദ്രമാണ്. ഇവിടെ നിരവധി മാനസിക രോഗികൾ വരുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു മാനസിക രോഗി ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ചികിത്സയിലുള്ള രോഗിയാണ്. ആ രോഗിക്ക് വയലന്റ് ആവുകയും ആത്മഹത്യ പ്രേരണ കാണിക്കുകയും ആത്മഹത്യ ചെയ്യാൻ പോവുകയും ചെയ്തപ്പോൾ ആ രോഗിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ 10 തൊഴിലാളികൾ അത് രോഗിയെ പിടിച്ചു മാറ്റി, ഒരുമിച്ച് ചേർന്ന് പിടിച്ചു മാറ്റിയത്. പിടിച്ചു മാറ്റിയതിലൂടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ രോഗി നിലത്ത് വീണു, രോഗിയുടെ കൈ ഒടിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ രോഗിയുടെ കൈ ഒടിഞ്ഞു, രോഗിയുടെ ബന്ധുക്കൾ ഒരു പരാതി നൽകുകയുണ്ടായി. ഈ പരാതി എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ തൊഴിലാളികൾ ഈ രോഗിയെ ആക്രമിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്താ സംഭവിച്ചു എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ഥിരം ജീവനക്കാരായ 7 പേരും മറ്റേ താൽക്കാലിക ജീവനക്കാരായ 3 പേരും ചേർന്നിട്ടാണ് ഈ രോഗിയെ പിടിച്ചു മാറ്റിയത്. ഇതിന് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരായ 3 തൊഴിലാളികളെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു എന്ന് വാക്കാൽ പറയുകയാണ്. അവരോട് ഫോണിലൂടെ ഏജൻസി അറിയിച്ചിരിക്കുന്നു, നിങ്ങൾ ജോലിക്ക് കയറേണ്ട, അടുത്ത 3 ദിവസം ജോലിക്ക് കയറേണ്ട, നിങ്ങൾക്ക് സസ്പെൻഷൻ ആണ് എന്ന്. നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് ഈ 10 തൊഴിലാളികൾ ചേർന്നൊരു രോഗിയെ പിടിച്ചു മാറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കേവലം 3 താൽക്കാലിക ജീവനക്കാരെ മാത്രം എന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്? ആ താൽക്കാലിക ജീവനക്കാർക്ക് എന്തുകൊണ്ട് ഒരു ഷോക്കോസോ ഒരു മെമ്മോയോ ഒന്നും കൊടുക്കുന്നില്ല? സ്ഥിരം ജീവനക്കാർക്ക് എന്തുകൊണ്ട് ഇത് ബാധകമല്ല? സ്ഥിരം ജീവനക്കാരെ വിളിച്ചിട്ടാണ് ഈ താൽക്കാലിക ജീവനക്കാർ ഈ രോഗിയെ പിടിച്ചു മാറ്റുന്നതിന് പോയത്. അപ്പോൾ ഇത് ഒരു പന്തിയിൽ തന്നെ 2 ഊണ് വിളമ്പുന്ന ഒരു സമ്പ്രദായം. ഇത് എല്ലാവർക്കും ഒരേപോലെ നീതി നടപ്പാക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ജോലി ചെയ്യുകയാണ് ചെയ്ത്. രോഗികൾക്ക് ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ പിടിച്ചു മാറ്റാനാണ് വാർഡ് ബോയ്സ് ഉള്ളത്. അപ്പൊ ആ രോഗിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ചെയ്ത അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ യാതൊരുവിധ വീഴ്ചയും വരുത്തിയിട്ടില്ല എങ്കിൽ പോലും അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരെല്ലാവരും അവർ ജോലി ചെയ്യാതെ ഇന്ന് തന്നോടൊപ്പം ഉള്ള ജിഷ്ണുവിനെയും ജിത്തുവിനെയും ഒക്കെ ജോലിയിൽ പ്രവേശിച്ചാൽ മാത്രമേ ഉള്ളൂ ഞങ്ങളും ജോലി ചെയ്യത്തുള്ളൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും ജോലിയുടെ ഒരു നിസ്സഹകരണം കാണിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് പുറത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇത് നിലനിൽപ്പിന്റെ ഒരു സമരമാണ്. ഇതിനു മുമ്പ് പലതവണ ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും പ്രതികരിക്കാതെ പലരും ഇവിടെ ജോലി ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. നാളെ ഇവരിൽ ഓരോരുത്തർക്കും ഇത്തരം ജോലി ഉപേക്ഷിച്ചുകൊണ്ടൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു സമരം ചെയ്യുന്നത്. സ്വന്തം ജോലി എന്ത് കാരണത്താലാണ് നിഷേധിക്കുന്നത്? ഞങ്ങൾ 3 പേർക്കുണ്ടായ വിഷമം തങ്ങളുടെ വിഷമമാണ്, അതുകൊണ്ട് നാളെ ഞങ്ങൾക്ക് ഇത് സംഭവിക്കാം എന്നുള്ളൊരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തൊഴിലാളികൾ നടത്തുന്ന ഈ ഒരു പ്രതിഷേധ സമരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. ഈ 3 തൊഴിലാളികളെയും തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ മൊത്തം ഇതിൽ പങ്കെടുത്ത 10 പേരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്യാൻ നമ്മൾ നിങ്ങളോട് സഹകരിക്കാം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ ഒരു നിസ്സഹകരണ സമരം തുടരും എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാര്, ഇവിടെ സ്ഥിരമായ ഉദ്യോഗസ്ഥന്മാര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് അവരുടെ നിലപാടുകൾ ഈ പാവം താൽക്കാലിക തൊഴിലാളികളോടൊപ്പമല്ല എന്നുള്ളതാണ് ഇതും തെളിയിക്കുന്നത്. ഒരു സ്ഥിരമായുള്ള ആളുകൾ കൂടി ചേർന്ന് കൊണ്ടാണ് ആ ഒരു ആളിന്
അപകടം സംഭവിച്ചത്. പക്ഷെ കരുവാക്കിയത് ഈ പാവം താൽക്കാലിക തൊഴിലാളികളെ ആണ് എന്നുള്ള യൂണിയൻ നേതാക്കന്മാരുടെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ ന്യായമായി പരിശോധിക്കുമ്പോൾ ഇതൊരു ശരിയായ നടപടിയാണ് എന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയല്ല എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. എന്തായാലും അവരെ സംബന്ധിച്ച് അവർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സഹായം കൂടി അവരെ തിരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇവര് ഈ ജോലിയിൽ പ്രവേശിക്കൂ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് സഹപ്രവർത്തകര്. അപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. കാരണം സഹപ്രവർത്തകരെ അവര് കൈവിടില്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ സ്ഥിര നിയമനക്കാർ ഉദ്യോഗസ്ഥന്മാര് കൈവിട്ടിട്ടും ഞങ്ങൾ അവരെ ആരെയും കൈവിടില്ല എന്നുള്ള ആ ഒരു തീരുമാനമാണ് ഇവരെടുത്തിട്ടുള്ളത്. അതിന്റെ സമരത്തില് ഇവിടെ വരുന്ന രോഗികളെല്ലാം അതിനോടൊപ്പം സഹകരിക്കുന്നു. ബുദ്ധിമുട്ടുകളൊന്നും ഒരു പരാതിയായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇത് അധികൃതര് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഉന്നതിയിലുള്ള ആളുകൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കണം. അത് അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുകൂടി പ്രേക്ഷകരും ഇതിനകത്ത് ഇത് കേൾക്കുന്നുടനെ ന്യായത്തിന്റെ കൂട്ടത്തിൽ തന്നെ മനസ്സ് കാണിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ച് സൗജന്യമായി ചികിത്സ ലഭിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന റിസർച്ച് സെന്റർ കൂടിയാണ് കുറിച്ചിയില് മന്ദിരം കവല എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി. അപ്പൊ നിങ്ങൾക്ക് ഇതും കൂടി ഒരു ഇൻഫർമേഷൻ ആകട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ഒരു കാർഡ് എടുക്കുമ്പോൾ ഉള്ള 20 രൂപ മാത്രമാണ് അതിനുവേണ്ടി ചെലവുള്ളത്. എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ട് എന്നുള്ളത് ആരും മറന്നു പോകണ്ട. ഞാൻ ഉൾപ്പെടെ ഏതാണ്ട് 1.5 വർഷമായിട്ട് ഈ ആശുപത്രിയുടെ ചികിത്സയ്ക്ക് ഇവിടെ എത്തിയ സമയത്താണ് ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇതൊരു നല്ല ഒരു പ്രവൃത്തിയായിട്ട് തീരട്ടെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.